അങ്ങനെ കേരളത്തിലെ മൂന്നാമത്തെ DTS X തിയേറ്റർ തുറക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുവാണ്. DTS X ഒരു ട്രെൻഡായിട്ട് മാറുമോ? നമ്മളത് കണ്ടു തന്നെ അറിയണം. ഇപ്പൊ മൂന്നാമത്തെ തിയേറ്ററാണ് തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് എവിടെയാണ് സംഭവം എന്ന് ചോദിക്കുവാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് തിയേറ്ററിന് ഇങ്ങനെ ഒരു ടാഗ്ലൈൻ കൊടുക്കാം. സൗത്ത് കേരളയിലെ ആദ്യത്തെ DTS X തിയേറ്റർ ഇവിടെയാണ്. സൗത്ത് കേരള എന്ന് പറയുമ്പോൾ അറിയാലോ, എവിടെ ആയിരിക്കും? ട്രിവാൻഡ്രത്താണോ? അല്ല, കൊല്ലത്താണ്. കൊല്ലം ജില്ലയിലെ പത്തനാപുരം എന്ന് പറഞ്ഞ സ്ഥലത്തെ സീമ സിനിപ്ലക്സ്, അവിടുത്തെ OD1 DTS X വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു പുതിയ തിയേറ്റർ അല്ല, നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ ഈ ഒരു തിയേറ്ററിൽ OD1 പോയിട്ടാണ് ജനഗണമന എന്ന് പറഞ്ഞ സിനിമ കണ്ടത്. പറയുവാണെങ്കിൽ നല്ല ഉഗ്രൻ തിയേറ്ററാണ്. കാര്യം നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഞാൻ വേണമെങ്കിൽ കുറച്ച് വിഷ്വൽസ് കൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ വളരെ മികച്ച ഒരു ഇന്റീരിയർ, ഒരു ഡാർക്ക് ഇന്റീരിയർ ആണ്. അതുപോലെ തന്നെ സീറ്റിന്റെ കംഫർട്ട് നമ്മൾ വളരെ എടുത്തു പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് കേട്ടോ. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റും പിന്നെ ആ ഒരു സൈഡിൽ കൊടുത്തേക്കുന്ന ഡാൻസിങ് ലൈറ്റും ആ ഒരു ഡാർക്ക് ഇന്റീരിയറും ഈ ഒരു സീറ്റിന്റെ കളറും കൂടെ തമ്മിലുള്ള ഒരു മാച്ചും ഒക്കെ വളരെ രസമായിട്ട് തന്നെയാണ് തിയേറ്ററിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ OD1 നമ്മൾ പോയ സമയത്ത് നമുക്ക് രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സൗണ്ട് തന്നെയായിരുന്നു. അപ്പോൾ ഡോൾബി 7.1 ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ അന്ന് നമുക്ക് കിട്ടിയ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ തുടക്കത്തിൽ സൗണ്ട് വളരെ കുറവും, അത് കഴിഞ്ഞിട്ട് സിനിമയുടെ സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും സൗണ്ട് ഭയങ്കര സൗണ്ട് പിന്നെ ഒന്ന് ലെവലാക്കി ആയി വന്നത്. അപ്പോൾ നല്ലൊരു ഫീഡ്ബാക്ക്, ഒരു ബേസ് ഫീഡ്ബാക്കോ കാര്യങ്ങളൊന്നും നമുക്ക് അന്ന് കിട്ടിയില്ലായിരുന്നു. കോണ്ടന്റ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നില്ല. കാര്യം ഈ സ്റ്റാർട്ടിങ്ങിൽ സൗണ്ട് കുറവും പിന്നെ സൗണ്ട് കൂടുന്നതും കോണ്ടന്റ് ഇഷ്യൂ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് നമുക്ക് സൗണ്ട് ഫീഡ്ബാക്ക് അത്ര കിട്ടിയില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അന്ന് AC പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മളന്ന് പറഞ്ഞ സമയത്ത്, അതായത് സ്റ്റാഫിനോട് പറഞ്ഞ സമയത്ത് പോലും അവർ മര്യാദയ്ക്ക് AC ഇട്ടെന്ന് നമുക്ക് തന്നില്ലായിരുന്നു. അങ്ങനെ രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു തിയേറ്ററിലെ OD1 ഇപ്പം ഡോൾബി 7.1 മാറ്റിയിട്ട് ഇപ്പോൾ DTS X വരാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നിലവിലെ തിയേറ്ററിന്റെ ഒരു സ്പെക്ക് നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റിയുടെ 4K പ്രൊജക്ഷൻ ആണ് ഈ ഒരു OD1 ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഡോൾബി 7.1 ആയിരുന്നു. അപ്പോൾ ഇതിൽ ഈ ഒരു ഡോൾബി 7.1 മാറ്റിയിട്ട് DTS X വരികയാണ്. അപ്പോൾ ഇനി ടിക്കറ്റ് ചാർജ് എങ്ങാണ് കൂടാനുള്ള സാധ്യതയുണ്ടോ? ആ ഒരു സമയത്ത് 160 രൂപയായിരുന്നു ഈ ഒരു OD1 ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു 160 കൂടിയിട്ട് 150, 200 ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല കേട്ടോ. അതേ 160 രൂപ തന്നെയാണ് ഇപ്പോൾ 4K DTS X അവർ വാങ്ങിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിയിട്ട് 28-ാം തീയതി ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4K DTS X ആഡ് ചെയ്യുമെന്ന് പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും. പിന്നെ അപ്പോൾ ഞാൻ സിനിമയെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അപ്പോൾ ഏത് സിനിമയോട് കൂടിയാണ് തുറക്കുന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ യെസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ആടുജീവിതം, അതായത് മാർച്ച് 28-ാം തീയതി ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയോട് കൂടിയിട്ട് OD1 നിങ്ങൾക്ക് DTS X പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാമെന്നല്ല, DTS X തന്നെ നിങ്ങൾക്ക് ആ ഒരു 360 ഡിഗ്രി സറൗണ്ടിൽ തന്നെ സിനിമ കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പത്തനാപുരത്തുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് ഇവിടെ ബുക്ക് ചെയ്ത് അവിടെ പോയിട്ട് സിനിമ കണ്ട് അങ്ങോട്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ മൂന്നാമത്തെ തിയേറ്ററായി നമ്മുടെ DTS X